ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അടുത്തിടെ പുറത്തിറങ്ങിയ ഉള്ളൊഴുക്ക് എന്ന മലയാളം മൂവിയാണ്. വിവാഹത്തിന് ശേഷം പഴയ കാമുകനാൽ ഗർഭിണിയാകുന്ന നായിക ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു മൂവിയിൽ കാണിക്കുന്നത്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ നായികയായ അഞ്ജുവിനെയാണ് കാണിക്കുന്നത്. അവളൊരു തുണിക്കടയിലെ സെയിൽസ് ഗേൾ ആയിരുന്നു. അവളെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ കാമുകൻ രാജീവ് വരുന്നുണ്ട്. അവർ തമ്മിൽ കുറെ കാലമായിട്ട് പ്രണയത്തിലാണ്. എന്നാൽ രാജീവിന് നല്ലൊരു ജോലിയോ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. കുറെ കാലമായിട്ട് അവൻ നല്ലൊരു ജോലി അന്വേഷിച്ച് നടക്കുകയാണ്. അഞ്ജുവിനെ അവന് വളരെയധികം ഇഷ്ടമായിരുന്നു. എന്നാൽ അവളെ വിവാഹം കഴിക്കണമെങ്കിൽ അവന് നല്ലൊരു ജോലി വേണം. എന്നാൽ മാത്രമേ അവളുടെ അച്ഛൻ സമ്മതിക്കൂ. സീൻ അവിടുന്ന് കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് കുറെ നാളുകൾക്ക് ശേഷമുള്ള കഥയാണ്. അഞ്ജുവിന്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. അവൾ രാജീവിനെ അല്ല വിവാഹം കഴിച്ചിരിക്കുന്നത്, തോമസ് കുട്ടി എന്ന് പറയുന്ന ഒരാളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അഞ്ജു ആ ഒരു ബന്ധത്തിൽ ഒട്ടും തന്നെ സന്തോഷവതിയല്ല എന്ന് അവളുടെ മുഖത്തു നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. വിവാഹശേഷം തോമസ് കുട്ടിയാകട്ടെ അഞ്ജുവിനോട് മാനസികമായിട്ട് അടുപ്പം കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ ശാരീരികമായിട്ടുള്ള അടുപ്പമാണ് കാണിച്ചിരുന്നത്. താല്പര്യമില്ലാഞ്ഞിട്ട് പോലും അഞ്ജുവിന് അയാളുടെ ഇഷ്ടത്തിന് വഴങ്ങി കൊടുക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. പിന്നീട് കാണിക്കുന്നത് കുറെ നാളുകൾക്ക് ശേഷമുള്ള കഥയാണ്. തോമസ് കുട്ടിയും അഞ്ജുവും തോമസ് കുട്ടീന്റെ അമ്മ ലീലാമ്മയും ചേർന്നിട്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. തോമസ് കുട്ടിയെ കണ്ടാൽ തന്നെ അയാൾക്ക് എന്തോ വലിയ അസുഖം ബാധിച്ചു എന്ന് മനസ്സിലാകും. ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് നേഴ്സ് വിളിക്കുന്ന സമയത്ത് തന്നെ ലീലാമ്മ അഞ്ജുവിനെ വേറൊരു മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. ഡോക്ടറിനെ കണ്ടിട്ട് പോരെ മരുന്ന് വാങ്ങിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പറ്റില്ല, ഇപ്പൊ തന്നെ നീ ഇത് പോയി വാങ്ങിച്ചിട്ട് വരാനാണ് അവർ പറയുന്നത്. അവൾ കൗണ്ടറിൽ നിൽക്കുന്ന സമയത്ത് അവളുടെ തൊട്ടു ബാക്കിലായിട്ട് രാജീവ് വന്ന് നിൽക്കുന്നുണ്ട്. അവളുടെ കയ്യിൽ ചില്ലറയില്ലാത്ത കാരണം രാജീവാണ് ചില്ലറ കൊടുക്കുന്നത്. അവളുടെ വിവാഹം കഴിഞ്ഞ ശേഷം പിന്നീട് ഇപ്പോഴാണ് അവൾ രാജീവിനെ കാണുന്നത്. അവന്റെ അമ്മയ്ക്കും വീട്ടുകാർക്കും ഒക്കെ സുഖമാണോ എന്ന് അവൾ അന്വേഷിക്കുന്നുണ്ട്. അവൻ തിരിച്ചും അവളുടെ വിവരങ്ങൾ അന്വേഷിക്കുന്നു. ഞാൻ നിന്നെ ഒന്ന് വിളിച്ചോട്ടെ എന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകുന്നു. പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. തോമസ് കുട്ടിയുടെ അവസ്ഥ മോശമായി കൊണ്ടിരിക്കുകയാണ്. അയാൾ കൂടുതൽ സമയം ബെഡ് റെസ്റ്റിൽ തന്നെയായിരുന്നു. അഞ്ജുവാണ് അയാളെ നല്ല രീതിയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് അവൾക്കാരുടെ കോള് വരുന്നത് ലീലാമ്മ ശ്രദ്ധിക്കുന്നു. ഇത് നിന്റെ കൂട്ടുകാരി മരിയാണെന്ന് അവർ പറയുന്നുണ്ട്. അവൾ പെട്ടെന്ന് തന്നെ കോൾ എടുത്തിട്ട് താൻ ഇപ്പോൾ തന്നെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ആ കോൾ കട്ട് ചെയ്യുന്നു. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്ന തോമസ് കുട്ടിക്കാകട്ടെ തലവേദന കൂടുകയും അയാൾ നിലവിളിക്കുകയും അയാൾക്ക് ഫിക്സ് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അവൾ പെട്ടെന്ന് തന്നെ ലീലാമ്മയെ വിളിക്കുന്നു. അവർ രണ്ടുപേരും ചേർന്നിട്ട് അവനെ പിടിച്ചെടുത്ത് അവന്റെ ശരീരമെല്ലാം ക്ലീൻ ചെയ്ത ശേഷം ഒരു വിധത്തിൽ അവനെ ഉറക്കുന്നു. അവന്റെ ഈ അവസ്ഥ കാരണം ലീലാമ്മയ്ക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. അത് കാരണം അഞ്ജുവും അവരുടെ അടുത്ത് വന്നിരിക്കുന്നു. ലീലാമ്മ പഴയ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അവരുടെ 19ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിഞ്ഞത്. തോമസ് കുട്ടി അല്ലാതെ അവർക്കൊരു മകളും കൂടിയുണ്ട്. ഷീബ എന്നാണ് പേര്. ആലപ്പുഴ ജില്ലയിലാണ് ഇവർ താമസം. അതുകൊണ്ട് തന്നെ എപ്പോഴും വെള്ളം കയറുന്ന പ്രദേശമാണ്. കുറെ നാളായിട്ട് തോമസ് കുട്ടിയും കൊണ്ട് ഷീബ അവളുടെ വീട്ടിൽ പോയി താമസിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ തോമസ് കുട്ടിക്ക് ഈ വീട് വിട്ടു പോകുന്നത് ഇഷ്ടമല്ലായിരുന്നു. അവർ ഈ വിഷമം പറയുന്ന എല്ലാം കേട്ടിട്ട് അഞ്ജു അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ധൃതിയിൽ തോമസ് കുട്ടിക്ക് കഞ്ഞിയും കോരി കൊടുത്തിട്ട് അഞ്ജു എവിടേക്കോ പോവാൻ റെഡിയായി നിൽക്കുകയാണ്. അയാൾക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻ വാങ്ങാൻ വേണ്ടിയിട്ട് ടൗണിലേക്ക് പോവുകയാണെന്നാണ് അവൾ പറയുന്നത്. എന്നാൽ അത് ആരെങ്കിലും കൊണ്ട് വാങ്ങിപ്പിച്ചാൽ പോരെ എന്ന് ലീലാമ്മ ചോദിക്കുന്നുണ്ട്. അത് ശരിയാകില്ല എന്നും താൻ തന്നെ പോയി വാങ്ങിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അവൾ ടൗണിലേക്ക് പോകുന്നതിന് മുമ്പ് തോമസ് കുട്ടിയുടെ പ്രിസ്ക്രിപ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവൾ ലീലാമ്മയുടെ അലമാര തുറക്കുന്നുണ്ട്. അതിൽ നിന്ന് അവളുടെ ഒരു ഫയൽ എടുക്കുന്നു. എന്നാൽ ലീലാമ്മ ഓടി വന്ന് പറയുന്നുണ്ട് ആ ഫയലല്ല, വേറെ ഫയലാണെന്ന്. എന്നിട്ട് അവർ ആ ഫയൽ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് വേറൊരു ഫയൽ എടുത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും അഞ്ജു ആകട്ടെ മെഡിസിൻ വാങ്ങണം, സാധനങ്ങൾ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ടൗണിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അവളുടെ പഴയ കാമുകൻ രാജീവിനെ കാണാനായിരുന്നു. രാജീവ് ഒരു ഹോട്ടലിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവനെ അവിടെ പോയി കണ്ട് അവർ രണ്ടുപേരും അവൻ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് പോകുന്നു. അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ കഴിയുമ്പം അവന്റെ റെസ്യൂം ഉണ്ടാക്കി അവളാകട്ടെ പല കമ്പനികളിലേക്കും അയക്കുന്നുണ്ട്. അതൊന്നും വേണ്ട എന്ന് അവൻ പറയുന്നുണ്ട്. താനിപ്പോൾ ഒരു ഫുഡ് ട്രക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് അവൻ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു നല്ല ജോലി സെറ്റാക്കണമെന്ന് അവൾ അവനോട് നിർബന്ധിക്കുന്നു. രാജീവിന് അഞ്ജുവിനെ വളരെയധികം ഇഷ്ടമായിരുന്നു. അങ്ങനെ പിന്നെയും ദിവസങ്ങൾ കടന്നു പോകുന്നു. കുട്ടനാട്ടിൽ മഴ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. അത് കാരണം പല സ്ഥലങ്ങളിലും വെള്ളം കയറാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ലീലാമ്മ അഞ്ജുവിനോട് പറയുന്നുണ്ട് തോമസ് കുട്ടിയുടെ അടുത്ത ചെക്കപ്പ് ഡേറ്റ് നോക്കാൻ. അവൾ കലണ്ടറിൽ പോയി നോക്കുന്നുണ്ട്. ആ സമയത്താണ് അവൾ ശ്രദ്ധിക്കുന്നത് അവൾക്ക് ഈ മാസം പീരീഡ്സ് ആയിട്ടില്ല എന്നുള്ള കാര്യം. അവൾ ആകെ ടെൻഷനിലായി. സംശയം തോന്നിയത് കാരണം അവൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അവളുടെ സംശയം ശരിയായിരുന്നു. അവൾ പ്രഗ്നന്റ് ആണ്. എത്രയും പെട്ടെന്ന് രാജീവിനെ കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് അവൾ കുറച്ച് തുണിയെടുത്ത് തന്റെ ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങി. അവളുടെ മുഖം വല്ലാതെ ഇരിക്കുന്ന കണ്ടിട്ട് ലീലാമ്മ കാര്യം അന്വേഷിക്കുന്നു. ഒരു കുഴപ്പമില്ലാന്ന് അവൾ പറയുന്നു. ലീലാമ്മയ്ക്ക് അഞ്ജുവിനെ വലിയ കാര്യമായിരുന്നു. അവൾ പുറത്തിറങ്ങി കുറച്ച് ദൂരം മാറിപ്പോകുന്നുണ്ട്. അവിടെ എല്ലാം തന്നെ വെള്ളം കയറിയിരുന്നു. രാജീവിനെ വിളിച്ചിട്ട് അവൾ പറയുന്നുണ്ട് താൻ പ്രഗ്നന്റ് ആണെന്ന്. അവനും ആകെ ഷോക്കാകുന്നു. തനിക്കിനി ഇവിടെ പറ്റില്ല എന്നും താൻ അങ്ങോട്ട് വരുവാണെന്നും അവൾ പറയുന്നുണ്ട്. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്നും എന്ത് വന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്നും രാജീവ് പറയുന്നു. പെട്ടെന്നാണ് അവൾ വീട്ടിൽ നിന്നൊരു നിലവിളി കേൾക്കുന്നത്. കട്ടിൽ നിന്നും എഴുന്നേക്കാൻ ശ്രമിച്ച തോമസ് കുട്ടിയാകട്ടെ താഴെ വീണിരുന്നു. ലീലാമ്മയും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരും ചേർന്നിട്ട് തോമസ് കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി കഴിയുമ്പോഴേക്കും തോമസ് കുട്ടിയുടെ സഹോദരി ഷീബയും അവിടേക്ക് വരുന്നുണ്ട്. അന്ന് രാത്രി ഹോസ്പിറ്റലിൽ അവിടെ കൂട്ടുകിടക്കുമ്പോഴും അഞ്ജുവിന്റെ മനസ്സിലാകെ ടെൻഷനായിരുന്നു. അവള് രാത്രിയിൽ ഉറക്കമുണർന്നിട്ട് ഇടയ്ക്ക് പോയി കണ്ണാടിയിൽ തന്റെ വയറൊക്കെ തടവി നോക്കുന്നു. ഇത് ലീലാമ്മ കാണുന്നുണ്ട്. നീ
എന്താ ഇത് എന്നോട് പറയാഞ്ഞെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അവർ വിചാരിച്ചത് അത് തോമസ് കുട്ടിയുടെ കുഞ്ഞാണെന്നാണ്. എന്നാൽ തനിക്കൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ എന്നാണ് അവൾ പറയുന്നത്. എന്താണെങ്കിലും നമുക്ക് ഡോക്ടറിനെ കാണാമെന്ന് അവർ പറയുന്നു. മാത്രമല്ല ഈ വിവരം തോമസ് കുട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരുപാട് സന്തോഷിക്കുമെന്നും പറയുന്നുണ്ട്. നീ തന്നെ ഇത് അവനോട് പറയണമെന്നും പറയുന്നു. അഞ്ജു ആകെ വിഷമത്തിലായി. ഇത് തോമസ് കുട്ടിയുടെ കുഞ്ഞല്ല എന്നുള്ള കാര്യം അവൾക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. എന്നാൽ അതിപ്പോൾ ലീലാമ്മയോട് പറയാനും പറ്റില്ല. അങ്ങനൊരു സാഹചര്യത്തിലാണ് അവൾ നിൽക്കുന്നത്. പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും അവളുടെ അച്ഛനും അമ്മയും എല്ലാം തന്നെ വിവരം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ രാജീവിന് വോയിസ് മെസ്സേജ് ഇടുന്നു. ഇവിടെ എല്ലാവരും ഇതിനെപ്പറ്റി അറിഞ്ഞുവെന്നും എല്ലാവരും ഇത് തോമസ് കുട്ടിയുടെ കുഞ്ഞാണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്നും അവൾ പറയുന്നു. അഞ്ജുവിന്റെ വീട്ടുകാർ അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഞങ്ങളോട് പറയാഞ്ഞതെന്ന്. അവൾക്ക് അവളുടെ വീട്ടുകാരോടൊക്കെ ചെറിയൊരു ദേഷ്യമുണ്ടായിരുന്നു. കാരണം രാജീവുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കാത്തത് കാരണം. അപ്പോഴേക്കും തോമസ് കുട്ടി കണ്ണു തുറക്കുന്നു. ലീലാമ്മ അവളോട് പറയുന്നുണ്ട്, നീ തന്നെ പ്രഗ്നൻസിയുടെ വിവരം അവനോട് പറയാൻ. എന്നാൽ അവർക്കിടയിൽ കുറച്ചു നാളായിട്ട് അങ്ങനെയൊന്നും നടക്കുന്നില്ല എന്നുള്ള കാര്യം അവർക്ക് രണ്ടുപേർക്കും അറിയാം. ഇതവനോട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സത്യവും പുറത്താകുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. പക്ഷേ ലീലാമ്മയുടെ നിർബന്ധപ്രകാരം അവൾ അകത്തേക്ക് കയറി ചെല്ലുന്നു. എന്നാൽ ആ സമയത്ത് തന്നെ തോമസ് കുട്ടിക്ക് അസുഖം കൂടുകയും പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സ് എല്ലാം അവിടേക്ക് വരികയും ചെയ്യുന്നു. തോമസ് കുട്ടി അവർക്ക് രക്ഷിക്കാനായില്ല. അതെല്ലാവർക്കും വലിയൊരു ഷോക്കായിരുന്നു. അവരുടെ വീടും പരിസരവും അവിടുത്തെ പള്ളി സെമിത്തേരിയും എല്ലാം തന്നെ വെള്ളം കയറി കിടക്കുന്ന കാരണം അടക്കം അപ്പോഴെങ്ങും തന്നെ നടക്കില്ലായിരുന്നു. ബോഡി മോർച്ചറിയിൽ തന്നെ വെച്ചിട്ട് എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. വീട്ടിലെത്തിയതും അഞ്ജു ആകട്ടെ അവരുടെ റൂമിലുണ്ടായിരുന്ന തോമസ് കുട്ടിയുടെ എല്ലാ സാധനങ്ങളും പെറുക്കിക്കൂട്ടി ഒരു പെട്ടിയിലാക്കി ആ റൂമിൽ നിന്നും മാറ്റുന്നു. അവരുടെ വിവാഹ ഫോട്ടോ ഉൾപ്പെടെ അവിടെ നിന്നും മാറ്റുന്നുണ്ട്. എന്നിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം അവളും കൂടി നിന്നിട്ടാണ് ചെയ്യുന്നത്. അതിനിടെ അഞ്ജു തലകറങ്ങി വീഴുന്നുണ്ട്. ലീലാമ്മയ്ക്കും അത് കണ്ടപ്പോൾ ആകെ വിഷമമായി. അവർ അഞ്ജുവിന്റെ അടുത്ത് പോയിരിക്കുന്നു. അവൾക്ക് കുടിക്കാനും കഴിക്കാനുള്ള സാധനങ്ങൾ അവർ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നിന്നെ നല്ലപോലെ നോക്കിയില്ലെങ്കിൽ തോമസ് കുട്ടി എന്നോട് ക്ഷമിക്കില്ല എന്ന് അവർ പറയുന്നു. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിയുന്നു. പള്ളി സെമിത്തേരിയിൽ വെള്ളം കയറി കിടക്കുന്ന കാരണം വീണ്ടും അടക്കം നീണ്ടു പോവുകയാണ്. അപ്പോഴേക്കും ലീലാമ്മയാകട്ടെ തോമസ് കുട്ടിയുടെ പഴയ തൊട്ടിലൊക്കെ മുകളിൽ മച്ചിൽ നിന്ന് താഴേക്ക് ഇറക്കുന്നുണ്ട്. അവന്റെ കുഞ്ഞും ഈ തൊട്ടിലിൽ തന്നെ കിടന്നാൽ മതി എന്നാണ് അവർ പറയുന്നത്. ഇതെല്ലാം തന്നെ കണ്ടിട്ട് അഞ്ജുവിന് ആകെ വിഷമം വരുന്നു. സത്യം ഇവർക്കാർക്കും അറിയില്ലല്ലോ എന്നതായിരുന്നു അവളുടെ മനസ്സിൽ. തോമസ് കുട്ടി പോയെങ്കിലും വരാൻ പോകുന്ന അവന്റെ കുഞ്ഞിനെ ആലോചിച്ചിട്ട് ലീലാമ്മയ്ക്ക് സന്തോഷമായിരുന്നു. കുഞ്ഞു വരുന്നതിന് മുമ്പ് ഇവിടെ വെള്ളം കയറാത്ത ഒരു മുറി പണിയണമെന്നും അവർ പറയുന്നുണ്ട്. അടക്കമെല്ലാം കഴിഞ്ഞ ശേഷം വീടും പറമ്പും ഞാൻ നിന്റെ പേരിൽ എഴുതി വെക്കുമെന്നും ലീലാമ്മ പറയുന്നു. എന്നാൽ അതൊന്നും വേണ്ട എന്ന് അവൾ പറയുന്നുണ്ട്. എന്നാണെങ്കിലും ഇതെല്ലാം നിനക്കുള്ളതാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അഞ്ജു പറയുന്നുണ്ട് അതൊന്നും വേണ്ട എന്നും ഞാൻ ഇവിടെ നിന്ന് അടക്കം കഴിയുമ്പോൾ പോകുമെന്നും. ലീലാമ്മ ഞെട്ടിപ്പോകുന്നു. നീയെങ്കിലും എന്റെ കൂടെ നിൽക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്നും ഞാൻ പോകുമെന്നുമാണ് അവൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത്. അവർക്ക് പിന്നെ എതിർത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല. അവൾ അന്ന് തന്നെ രാജീവിനെ വിളിച്ചിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. വീടും പറമ്പും അവർ എന്റെ പേരിൽ എഴുതി വെക്കാമെന്നൊക്കെയാണ് പറയുന്നത്. അവർ ആ കുഞ്ഞിനെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് അവൾ പറയുന്നുണ്ട്. താൻ ആ ഫുഡ് ട്രക്കിന്റെ പരിപാടിയെല്ലാം വിട്ടുവെന്നും ഒരു ജോലി പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നും അടക്കം കഴിഞ്ഞാൽ നീ ഇറങ്ങിക്കോളാനുമാണ് രാജീവ് അവളോട് പറയുന്നത്. അവളീ മാറി നിന്ന് ഫോൺ ചെയ്യുന്നതെല്ലാം തന്നെ ലീലാമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. രാജീവ് അവന്റെ ഫ്രണ്ട്സിനോട് കാര്യം പറയുമ്പോഴും അവന്റെ ഫ്രണ്ട്സ് എല്ലാം അവനെ കളിയാക്കുകയാണ്. നീ ഇപ്പോഴും അവളെ കളയാറായില്ലേ എന്ന് ചോദിക്കുന്നു. അവളുടെ കല്യാണം വരെ കഴിഞ്ഞതല്ലേ എന്നും പറയുന്നു. രാജീവ് അതൊന്നും വലിയ കാര്യമാക്കാൻ നിന്നില്ല. അന്ന് രാത്രി രാജീവ് അവളെ വിളിക്കുന്ന സമയത്ത് അവൾ തൊട്ടപ്പുറത്തെ റൂമിലായിരുന്നു. കോൾ അറ്റൻഡ് ചെയ്യുന്നതാകട്ടെ ലീലാമ്മയായിരുന്നു. മരിയ എന്ന് സ്ക്രീനിൽ തെളിഞ്ഞതുകൊണ്ടാണ് അവർ അറ്റൻഡ് ചെയ്തത്. എന്നാൽ മറുപുറത്തു നിന്നും ആണിന്റെ സൗണ്ടാണ് കേൾക്കുന്നത്. അത് കേട്ടതും അഞ്ജു ഇത്രയും നാള് കൂട്ടുകാരി എന്ന് പറഞ്ഞിട്ട് വേറെ ആരെയോ വിളിച്ചതെന്ന് അവർക്ക് മനസ്സിലായി. പിറ്റേന്ന് മുതൽ അതിന്റെ ഒരു ദേഷ്യം അവർ അഞ്ജുവിനോട് കാണിച്ചിരുന്നു. അവളെ പല രീതിയിലും അവഗണിക്കാൻ തുടങ്ങി. അവസാനം അവൾ കാര്യം അന്വേഷിക്കുന്നു. നീ മരിയ എന്നുള്ള പേരിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഏതോ ഒരു ആണിന്റെ ഫോൺ നമ്പർ അല്ലേന്നും ചോദിക്കുന്നു. അവനെയല്ലേ നീ ഇടയ്ക്കിടയ്ക്ക് ഒളിഞ്ഞു പോയിരുന്നു വിളിക്കുന്നതെന്നും ചോദിക്കുന്നു. അതെല്ലാം അവൾ സമ്മതിക്കുന്നു. അത് അമ്മച്ചി വിചാരിക്കുന്ന പോലെ ഒന്നും തന്നെ ഇല്ലാന്ന് അവൾ പറയുന്നുണ്ട്. തന്റെ ഫ്രണ്ട് ആണെന്ന് പറയുന്നു. തന്റെ അച്ഛന് താൻ ആൺകുട്ടികളോട് മിണ്ടുന്നത് ഒന്നും തന്നെ ഇഷ്ടമല്ല. പണ്ടു മുതലേ ഇവരുമായിട്ട് മിണ്ടുന്നത് അച്ഛന് തീരെ ഇഷ്ടമല്ല. കാരണം അവന് ജോലിയും കൂലിയും ഒന്നും ഇല്ലായിരുന്നു. പാവപ്പെട്ട വീട്ടിലെയായിരുന്നു. അത് കാരണം അച്ഛൻ എപ്പോഴും അവനോട് സംസാരിക്കുന്നത് വിലക്കിയിരുന്നു. ഒരുപാട് വിഷമത്തിലായിരുന്ന സമയത്തെല്ലാം തന്നെ നല്ലൊരു ഫ്രണ്ടായിട്ട് അവനാണ് എന്റെ കൂടെ നിന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അവനെ വിളിച്ചിരുന്നത്. അച്ഛൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അന്നേ മരിയ എന്ന് സേവ് ചെയ്തിട്ടിരുന്നത്. അവളെല്ലാം തുറന്നു പറഞ്ഞ കാരണം ലീലാമ്മയും അത് വിശ്വസിക്കുന്നു. അമ്മച്ചിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇനി വിളിക്കില്ല എന്ന് അവൾ പറയുന്നുണ്ട്. അതൊന്നും സാരമില്ല, നിനക്ക് സമാധാനം കിട്ടുന്നെങ്കിൽ നീ വിളിച്ചു എന്നാണ് അവർ പറയുന്നത്. അന്നത്തെ ദിവസവും വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിറ്റേന്ന് അവൾ റൂമിലേക്ക് കയറുമ്പോൾ ലീലാമ്മയാകട്ടെ അവൾ ആ റൂമിൽ നിന്ന് മാറ്റിയ അവരുടെ കല്യാണ ഫോട്ടോയും തോമസ് കുട്ടിയുടെ ഫോട്ടോയും എല്ലാം തിരിച്ചു വെച്ചിരുന്നു. തോമസ് കുട്ടിയുടെ കുഞ്ഞ് തോമസ് കുട്ടിയെ കണ്ടുകൊണ്ട് വേണം വളരാനെന്ന് പറഞ്ഞിട്ടാണ് അവർ ആ ഫോട്ടോ അവിടെ വെച്ചിട്ട് പോകുന്നത്. അന്ന് രാത്രി അഞ്ച് തോമസ് കുട്ടിയെ സ്വപ്നം കാണുന്നുണ്ട്. അയാൾ ആ കുഞ്ഞിനെ കൊല്ലാൻ വരുന്നതായിട്ടാണ് അവൾ കാണുന്നത്. പേടിച്ചു പോയി അവളാകട്ടെ തന്റെ സാധനങ്ങളും പാക്ക് ചെയ്ത് അന്ന് രാത്രി തന്നെ രാജീവിന്റെ അടുത്തേക്ക് പോകുന്നു. കടവിലെത്തി കഴിഞ്ഞിട്ട് അവനെ അവൾ വിളിക്കുന്നുണ്ട്. നമുക്ക് പോകാമെന്ന് പറയുന്നു. എന്നാൽ അവൻ പറയുന്നുണ്ട് താമസിക്കാനുള്ള സ്ഥലമൊന്നും ശരിയായിട്ടില്ല, തനിക്ക് ജോലിയും സെറ്റ് ആയിട്ടില്ല എന്ന്. നീ കുറച്ചുകൂടി ക്ഷമിക്കാനാണ് അവൻ പറയുന്നത്. എന്തൊക്കെ വന്നാലും ഞാൻ നിന്നെ ഇട്ടിട്ട് പോകില്ല എന്ന് അവൻ പറയുന്നുണ്ട്. തന്റെ കൂട്ടുകാരൊക്കെ കളിയാക്കിയിട്ടും എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായോണ്ടാ ഞാൻ ഇപ്പോഴും നിന്റെ കൂടെ
കൂടെ നിൽക്കുന്നത്. ഒടുവിൽ കുറച്ചു ദിവസം കൂടി വെയിറ്റ് ചെയ്യാമെന്ന് അവൾ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. പിറ്റേന്ന് മുതൽ ലീലാമ്മയാകട്ടെ കുഞ്ഞിന് വേണ്ടിയിട്ട് കുട്ടിയുടുപ്പുകൾ തയ്ക്കാൻ തുടങ്ങിയിരുന്നു. അവർ കുഞ്ഞിനോട് സംസാരിക്കാനും തുടങ്ങി. അഞ്ജുവിന് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അടക്കം കഴിഞ്ഞാൽ താൻ ഇവിടെ നിൽക്കില്ല എന്ന് അവൾ വീണ്ടും പറയുന്നു. അപ്പൊ നീ നിന്റെ വീട്ടിലേക്ക് പോവുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ വീട്ടിൽ ഒന്നും തന്നെ ഇല്ലല്ലോ, അവിടെ കൊണ്ടുപോയി എന്റെ കുഞ്ഞിനെ കഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. എന്നാൽ താൻ അങ്ങോട്ടല്ല പോകുന്നതെന്ന് അവൾ പറയുന്നു. പിന്നെ നീ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മച്ചി എന്നോട് കൂടുതലൊന്നും ചോദിക്കരുതെന്ന് അഞ്ജു പറയുന്നു. എന്നാൽ നിനക്ക് ഇഷ്ടമുള്ളിടത്ത് നീ പൊയ്ക്കോ, കുഞ്ഞിനെ എനിക്ക് വേണമെന്ന് അവര് പറയുന്നുണ്ട്. എന്നാൽ ഇത് എന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോകുന്നു. ലീലാമ്മ അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കുമ്പോൾ അവർക്ക് എന്തൊക്കെയോ ഡൗട്ടുകൾ തോന്നാൻ തുടങ്ങി. ഈ മരുന്ന് വാങ്ങാനും സാധനം വാങ്ങാനും എന്നൊക്കെ പറഞ്ഞിട്ട് ടൗണിലോട്ട് പോയിക്കൊണ്ടിരുന്നത് അവനെ കാണാനാണോ എന്ന് ചോദിക്കുന്നുണ്ട് അവർ. അവൾ ഒന്നും മിണ്ടുന്നില്ല. എന്തുണ്ടെങ്കിലും നീ എന്നോട് സത്യം തുറന്നു പറയണമെന്ന് അവര് പറയുന്നു. ഒടുവിൽ അവൾ എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ്. ഈ കുഞ്ഞെന്റെ തോമസ് കുട്ടിയുടേതാണോ എന്ന് അവർ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അല്ല എന്ന്. നിനക്ക് ഉറപ്പാണെന്ന് ചോദിക്കുമ്പോൾ അവൾ ഉറപ്പിച്ചു പറയുന്നുണ്ട് ഇത് തോമസ് കുട്ടിയുടെ കുഞ്ഞല്ല എന്ന്. ശരിക്കും ലീലാമ്മ തകർന്നു പോകുന്നു. കുറച്ചു കഴിയുമ്പോൾ ലീലാമ്മയുടെ സഹോദരി ഒരു സിസ്റ്ററും അവിടേക്ക് വരുന്നുണ്ട്. ലീലാമ്മ അവരെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്നു. തോമസ് കുട്ടി പോയെങ്കിലും തോമസ് കുട്ടിയുടെ കുഞ്ഞുണ്ടല്ലോ എന്നതായിരുന്നു എല്ലാവരുടെയും സന്തോഷം. അത് കാരണം ലീലാമ്മ വന്ന് അഞ്ജുവിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ കുഞ്ഞിനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു പോയി, എനിക്ക് ഈ കുഞ്ഞിനെ വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി എന്ന്. എന്നാൽ അവൾ തറപ്പിച്ചു പറയുന്നുണ്ട് അടക്കം കഴിഞ്ഞാൽ ഉടനെ താൻ പോകുമെന്ന്. അഞ്ജുവിന്റെ ലീലാമ്മയുടെ മുഖം കണ്ടപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് അഞ്ജുവിന്റെ അമ്മയ്ക്കും മനസ്സിലായി. അവർ ലീലാമ്മയോട് കാര്യം അന്വേഷിക്കുന്നു. അടക്കം കഴിഞ്ഞാൽ ഉടനെ അവൾ പോകുമെന്നാണ് എന്നോട് പറഞ്ഞത്. അത് കേട്ട് അഞ്ജുവിന്റെ അമ്മയും ഞെട്ടി. അവരത് അപ്പൊ തന്നെ അഞ്ജുവിന്റെ അച്ഛനെ അറിയിക്കുന്നു. അന്ന് രാത്രി വീട്ടിലുള്ള ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അഞ്ജുവിന്റെ അച്ഛൻ പോയി അവളോട് സംസാരിക്കുന്നുണ്ട്. അവളുടെ കയ്യിൽ നിന്ന് ഫോണും പിടിച്ചു വാങ്ങുന്നു. അവൾ രാജീവിന്റെ കൂടെ പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അയാളും മനസ്സിലാക്കി. സംഭവം എല്ലാവരുടെയും മുൻപിൽ വെച്ച് പുറത്തു വന്ന കാരണം എല്ലാവരും അവളെ വഴക്ക് പറയാൻ തുടങ്ങി. തോമസ് കുട്ടിയുടെ കുഞ്ഞിനെയും കൊണ്ട് നീ എങ്ങനെ അവന്റെ കൂടെ പോയി ജീവിക്കുമെന്ന് ചോദിക്കാൻ തുടങ്ങി. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിപ്പോഴും തോമസ് കുട്ടിയുടേതല്ല എന്നുള്ള കാര്യം ഇതുവരെ ആരും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവൾ കരഞ്ഞുകൊണ്ട് എല്ലാം പറയാൻ തുടങ്ങി. ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ എനിക്ക് രാജീവിനെ വിവാഹം കഴിച്ചാൽ മതിയെന്ന്. ഇവിടെ വന്നപ്പോൾ മുതൽ താൻ നരകിക്കുകയാണെന്ന് അവൾ പറയുന്നു. അപ്പോഴാണ് ലീലാമ്മയും സത്യങ്ങൾ മനസ്സിലാക്കുന്നത്. അവളെ നിർബന്ധിച്ചാണ് ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചിരിക്കുന്നത് അവർ. അവനില്ലാതെ തനിക്കിനി ജീവിക്കാൻ പറ്റില്ല എന്നും അവൾ പറയുന്നു. എല്ലാവരും ആകെ ധർമ്മസങ്കടത്തിലാണ്. പിറ്റേന്ന് മുതൽ അടക്കത്തിനുള്ള ചടങ്ങുകൾ തുടങ്ങുകയായി. രാജീവ് അവളെ പലതവണ വിളിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവളുടെ ഫോൺ അവളുടെ അച്ഛൻ വാങ്ങി വെച്ചിരിക്കുകയായിരുന്നു. അന്നാകട്ടെ തോമസ് കുട്ടിയുടെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും വീണ്ടും മഴ തുടങ്ങിയിരുന്നു. അഞ്ജു ആകട്ടെ പ്രാർത്ഥനയ്ക്കൊന്നും തന്നെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. വന്നവരെല്ലാം തന്നെ അവളെ അന്വേഷിക്കാൻ തുടങ്ങി. അവൾ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് റൂമിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അടക്കത്തിന് വന്ന രാജീവ് അവളെ റൂമിന് പുറത്ത് വന്ന് കാണുന്നുണ്ട്. അവൻ പറയുന്നുണ്ട് നീ ഇനിയും സഹിച്ചിവിടെ നിൽക്കണ്ട, ഇപ്പൊ തന്നെ നമുക്ക് പോകാമെന്ന്. എന്നാൽ അവൾ പറയുന്നുണ്ട് തൽക്കാലം അടക്കം കഴിയട്ടെ, അത് കഴിയുമ്പോൾ നമുക്ക് പോകാമെന്ന്. പക്ഷെ അന്നും സെമിത്തേരിയിൽ വെള്ളം കയറി കിടന്നത് കാരണം അടക്കം നടന്നില്ല. അഞ്ജുവിന്റെ അച്ഛൻ വന്നിട്ട് ലീലാമ്മയോട് പറയുന്നുണ്ട് അടക്കം നമുക്ക് ടൗണിലെ പള്ളി സെമിത്തേരിയിൽ നടത്താമെന്ന്. എന്നാൽ അത് പറ്റില്ല എന്നും ഇവിടുത്തെ പള്ളിയിൽ തന്നെ നടത്തണമെന്നും ഇവിടുത്തെ കുടുംബകല്ലറയിൽ തന്നെ അവനെ അടക്കണമെന്നും ലീലാമ്മ വാശി പിടിക്കുന്നു. അതിന്റെ പിന്നിൽ മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അടക്കം കഴിഞ്ഞാൽ അഞ്ജു പോകുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ ഈ അടക്കം നീട്ടിവയ്പ്പിച്ചുകൊണ്ടിരുന്നത്. അഞ്ജു പ്രാർത്ഥനയ്ക്കായിട്ട് അവിടെ വന്ന് ഇരിക്കാത്ത കാരണം ലീലാമ്മ അവളെ വന്ന് വഴക്ക് പറയുന്നുണ്ട്. നീ ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാതെ അവിടെ പോയി ഇരിക്കാൻ പറയുന്നു. ഇത് കേട്ടുകൊണ്ട് ആ സിസ്റ്റർ വന്നിട്ട് അവരോട് പറയുന്നുണ്ട് അവൾക്ക് വയ്യെങ്കിൽ അവൾ കിടന്നോട്ടെ എന്ന്. എന്നാൽ അത് പറ്റില്ല എന്ന് ലീലാമ്മ പറയുകയാണ്. എല്ലാം അറിഞ്ഞിട്ട് അവൾ നമ്മുടെ തോമസ് കുട്ടിയെ കെട്ടിയില്ലേ, അവൾ അത്രയെങ്കിലും ചെയ്തില്ലേ, പിന്നെന്തിനാ അവളെ വീണ്ടും ഇങ്ങനെ വഴക്ക് പറയുന്നതെന്ന് അവരോട് ചോദിക്കുന്നു. എന്നാൽ ആ സിസ്റ്ററിനെ വഴക്ക് പറഞ്ഞിട്ട് ലീലാമ്മ അവിടെ നിന്നും പോവുകയാണ്. പക്ഷെ അത് കേട്ടതും അഞ്ജു ചോദിക്കുന്നുണ്ട് എന്തറിഞ്ഞിട്ട് കെട്ടിയെന്നാണ് ഇവർ പറയുന്നതെന്ന്. തോമസ് കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു കാര്യം അവർ മറച്ചു വെച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഡോക്ടറെ കാണാൻ തന്നെ അനുവദിക്കാതിരുന്നതും അവന്റെ പഴയ മെഡിക്കൽ റിപ്പോർട്ട് കാണിക്കാതിരുന്നതും. അവൾ പോയി ലീലാമ്മയുടെ അലമാരിൽ നിന്നും ആ മെഡിക്കൽ റിപ്പോർട്ട് എടുത്തു നോക്കുന്നു. അത് കണ്ട് അവൾ ഞെട്ടിപ്പോയി. അവൾ പെട്ടെന്ന് തന്നെ ലീലാമ്മയെ അവിടേക്ക് വിളിപ്പിക്കുന്നു. വിവാഹത്തിന് മുൻപ് തന്നെ തോമസ് കുട്ടിക്ക് അസുഖമുണ്ടായിരുന്നു. ഒരു തവണ ഓപ്പറേഷൻ കഴിഞ്ഞതുമാണ്. ശരിക്കും അവന് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. ട്യൂമർ വന്ന് ഒരു തവണ ഓപ്പറേറ്റ് ചെയ്ത ശേഷമാണ് പിന്നീട് ആരോടും പറയാതെ ഈ വിവാഹം നടത്തിയത്. രോഗവിവരം മറച്ചുവെച്ച് വിവാഹം നടത്തി തന്നെ ചതിച്ചതാണെന്ന് പറഞ്ഞിട്ട് അഞ്ജു ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ നിന്റെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞതാണെന്ന് ലീലാമ്മ പറയുന്നു. അവനൊരു തലവേദനയാണ് ചെറുപ്പത്തിൽ വന്നത്. അത് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞപ്പം മാറുകയും ചെയ്തു. പിന്നീട് രണ്ടാമതും ഇത് വരുമെന്ന് ഞങ്ങൾ ആരും ഊഹിച്ചില്ല എന്നും അവർ പറയുന്നു. എന്നാൽ ഈ രോഗവിവരം തന്റെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു എന്ന് അഞ്ജു പറയുന്നുണ്ട്. അത് കാരണം ആ കാര്യം ഉറപ്പിക്കാൻ അവൾ അവളുടെ വീട്ടുകാരെ വിളിച്ചിട്ട് കാര്യം ചോദിക്കുന്നു. ശരിക്കും അവളെ ചതിച്ചത് അവളുടെ അച്ഛനായിരുന്നില്ല, അവളുടെ അമ്മയായിരുന്നു. അവളുടെ അമ്മയോടാണ് ലീലാമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. അവളുടെ അമ്മ ഇതെല്ലാം അവളുടെ അച്ഛനിൽ നിന്നും മറച്ചു വെച്ചു. വലിയ വീട്ടിലെ ആലോചന വന്നപ്പം അവളുടെ ജീവിതം നല്ലതാകട്ടെ എന്ന് കരുതിയിട്ടാണ് അവരിതെല്ലാം മറച്ചു വെച്ചത്. അവസാനം അത് ഇങ്ങനെയുമായി. അഞ്ജു ആകെ തകർന്നുപോയി. അവള് ലീലാമ്മയുടെ അടുത്ത് പോയിരുന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ തോമസ് കുട്ടിക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ലായിരുന്നു. അയാളുടെ കൂടെ കിടക്കാൻ ഒരാള്, അയാളെ നോക്കാൻ ഒരാള്, അതിനപ്പുറം ഞങ്ങൾ തമ്മിലൊരു ബന്ധവുമില്ലായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ പറഞ്ഞാലും അടക്കം കഴിയുമ്പോൾ താൻ രാജീവിന്റെ
കൂടെ തന്നെ പോകുമെന്ന് അവൾ ഉറപ്പിച്ചു പറയുന്നു. പിറ്റേന്ന് തന്നെ ലീലാമ്മ അഞ്ജുവിന്റെ അച്ഛനോട് സംസാരിക്കുന്നു. ഇത്രയും കാലം നിങ്ങൾ അവളുടെ ബന്ധത്തിന് എതിർത്തു, പറ്റുമെങ്കിൽ ഇനിയെങ്കിലും അവളുടെ കൂടെ നിൽക്കാൻ പറയുന്നു. അവൾ ആ ചെക്കനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവൻ വലിയ കുടുംബക്കാരൊന്നുമല്ല, സാമ്പത്തികമില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് പണ്ട് നിങ്ങൾ ആ വിവാഹത്തിന് സമ്മതിക്കാതിരുന്നത്. കുടുംബ മഹിമയിൽ ഒന്നും തന്നെ ഒരു കാര്യവുമില്ല. ഇപ്പൊ തോമസ് കുട്ടിയുടെ കാര്യം തന്നെ കണ്ടില്ലേ. അതുകൊണ്ട് നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് ആലോചിച്ച് നിൽക്കാതെ അഞ്ജുവിന്റെ സന്തോഷം എന്താണോ അത് നടത്തിക്കൊടുക്കാനാണ് ലീലാമ്മ അയാളോട് പറയുന്നത്. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോ അവളെ ഇനിയും വിഷമിപ്പിക്കാൻ അയാൾക്കും തോന്നിയില്ല. അവളുടെ ഫോൺ അയാൾ തിരിച്ചു കൊടുക്കുന്നു. അവന്റെ കൂടെ പൊയ്ക്കോളാനും സമ്മതിക്കുന്നുണ്ട്. അവൾ പെട്ടെന്ന് തന്നെ രാജീവിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. വീട്ടുകാർ സമ്മതിച്ചു എന്നും പറയുന്നു. അടക്കം കഴിയുമ്പോഴത്തേക്ക് ഞാനെല്ലാം സെറ്റാക്കാമെന്ന് അവൻ പറയുന്നുണ്ട്. പിന്നൊരു കാര്യം, ലീലാമ്മ തരാമെന്ന് പറഞ്ഞ ആ പ്രോപ്പർട്ടിയുടെ കാര്യം നീ ഒന്ന് ചോദിക്കാൻ പറയുന്നു. എന്നാൽ അതിന്റെ ആവശ്യം ഇനി ഇല്ല എന്ന് അവൾ പറയുന്നു. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസമാണെന്നാണ് അവൻ പറയുന്നത്. നീ എന്തായാലും അവരോടൊന്ന് ചോദിക്കുക എന്ന് പറയുന്നുണ്ട്. അവൾ മനസ്സില്ലാ മനസ്സോടെ സമ്മതിക്കുന്നു. അവൾ രണ്ടും കൽപ്പിച്ച് ലീലാമ്മയോട് സംസാരിക്കാൻ ചെല്ലുന്നുണ്ട്. എന്നാൽ അവൾ എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുൻപ് തന്നെ ലീലാമ്മയുടെ അടുത്ത് എന്തിനാ വന്നേന്ന് പറഞ്ഞിട്ട് തോമസ് കുട്ടിയുടെ സഹോദരി ബഹളമുണ്ടാക്കുന്നു. ലീലാമ്മ തിരിച്ച് ഷീബയെ വഴക്ക് പറയുന്നു. തോമസ് കുട്ടിക്ക് വയ്യാതെ കിടക്കുന്ന സമയത്ത് അവൾ മാത്രമാണ് അവനെ നോക്കിയത്, നീ പോലും ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുകൊണ്ട് അവൾക്ക് എല്ലാ കാര്യത്തിലും ഇവിടെ അവകാശമുണ്ടെന്ന് അവർ പറയുന്നു. അതെല്ലാം കേട്ട കാരണം പിന്നെ പറയാൻ വന്ന കാര്യം ഒന്നും പറയാതെ അവൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. പുറത്തേക്ക് എടുത്തു വെച്ച തൊട്ടിലെല്ലാം തന്നെ ലീലാമ്മ ആൾക്കാരെ കൊണ്ട് മുകളിലേക്ക് തന്നെ തിരിച്ചെടുപ്പിച്ച് വെക്കുന്നുണ്ട്. അഞ്ജു എന്തായാലും പോകുമെന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ ലീലാമ്മ പറയുന്നുണ്ട്, ഇനിയിപ്പം മഴ തോരാൻ കാത്തു നിൽക്കണ്ട, തോമസ് കുട്ടിയെ ടൗണിലെ പള്ളി സെമിത്തേരിയിൽ തന്നെ അടക്കാമെന്ന്. അങ്ങനെ അതിന്റെ ചടങ്ങുകളെല്ലാം തന്നെ നടക്കുകയായിരുന്നു. ഒരു സൈഡിൽ കൂടി പോകാൻ വേണ്ടിയിട്ട് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുകയാണ് അഞ്ജു. ലീലാമ്മ അവളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. ഇവിടെ നിനക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാത്തിനും അവർ ക്ഷമ ചോദിക്കുന്നു. അവളും താൻ ചെയ്ത തെറ്റിനെല്ലാം ക്ഷമ ചോദിക്കുന്നുണ്ട്. അന്ന് ഞാൻ പറഞ്ഞ പറമ്പും പാടവും എല്ലാം നിന്റെ പേരിൽ എഴുതി വെക്കാൻ പോവുകയാണെന്ന് അവർ പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും വേണ്ട എന്ന് അവൾ പറയുന്നു. അതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ തനിക്കൊരു ഭാരമായി മാറുമെന്ന് അഞ്ജുവിന് തോന്നിയിരുന്നു. കുഞ്ഞിനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു പോയെന്നും പ്രസവിച്ചു കഴിയുമ്പോൾ ഞാൻ വന്ന് കണ്ടോട്ടെ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ലാന്ന് അവൾ പറയുന്നു. ഇടയ്ക്ക് തങ്ങൾ ഇങ്ങോട്ട് വരാമെന്നും അവൾ പറയുന്നുണ്ട്. നിനക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വന്ന് നിൽക്കാമെന്ന് ലീലാമ്മ പറയുന്നു. ഇത് നിന്റെയും കൂടെ വീടാണ്. എന്നിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഗോൾഡും അവർ കുഞ്ഞിന് വേണ്ടി തയ്ച്ച ഉടുപ്പും എല്ലാം അവളുടെ കയ്യിൽ കൊടുക്കുന്നു. അങ്ങനെ തോമസ് കുട്ടിയെ അടക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പള്ളി സെമിത്തേരിയിലേക്ക് പോകുന്നു. അടക്കം എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു. അവിടെ രാജീവും വന്നിട്ടുണ്ടായിരുന്നു. അവൻ വന്ന് അവളോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ലീലാമ്മ കൊടുക്കാമെന്ന് പറഞ്ഞ പാടവും പറമ്പും ഒന്നും അവൾ സ്വീകരിക്കാതിരുന്നത് അറിഞ്ഞിട്ട് അവന് ദേഷ്യം വരുന്നു. അതൊക്കെ അവരുടെ സ്വത്തല്ലേ, അതെങ്ങനെ താൻ വാങ്ങുന്നതെന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ സ്നേഹിച്ചതിന്റെ ഒരു തരി പോലും നീ എന്നെ തിരിച്ച് സ്നേഹിച്ചിട്ടില്ല എന്ന് രാജീവ് പറയുന്നു. അന്നും ഇന്നും നിനക്ക് എല്ലാവരും കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ. അത് കേട്ട് അവള് പറയുന്നുണ്ട്, ഞാൻ നിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സഹിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാമോ എന്ന്. എന്തൊക്കെയാണെങ്കിലും ഞാൻ ചെയ്ത ത്യാഗം പോലെ വരില്ല എന്ന് അവൻ പറയുന്നു. മറ്റൊരുത്തന്റെ കൂടെ കിടന്ന നിന്നെ ഞാൻ സ്വീകരിക്കുന്നില്ല എന്ന് അവൻ പറയുന്നു. ഇത് കേട്ടതോടെ അവൾ ആകെ ഷോക്കിലായി. പെട്ടെന്ന് തന്നെ അവൻ സോറി പറയുന്നുണ്ട്. താൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി എന്ന് അവനും തോന്നി. അതൊക്കെ വിട്ടേക്ക്, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടി പോകാൻ തുടങ്ങുകയായിരുന്നു അവൻ. എന്നാൽ അമ്മച്ചിയെ കടവിൽ വരെ കൊണ്ടുവിട്ട ശേഷം പോകാമെന്ന് പറഞ്ഞിട്ട് അവൾ അമ്മച്ചിയുടെ കൂടെ കാറിലേക്ക് കയറുന്നു. അവൻ പിറകെ തന്നെ ബൈക്കിലേക്ക് പോകുന്നുണ്ട്. കടവിലെത്തി ലീലാമ്മ തോണിയിലേക്ക് കയറുന്നത് നോക്കി നിൽക്കുകയായിരുന്നു അഞ്ജു. ഇനി മുതൽ ആ വീട്ടിലെ ലീലാമ്മ ഒറ്റയ്ക്കായിരുന്നു. തന്റെ മകളോടും തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലീലാമ്മ തോണിയിലേക്ക് കയറിയതും അഞ്ജു പോയിട്ട് നേരെ കാറിൽ നിന്ന് തന്റെ ബാഗ് എടുക്കുന്നു. രാജീവ് അവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ അവൾ രാജീവിനെ മൈൻഡ് പോലും ചെയ്യാതെ അവിടെ നിന്ന് നേരെ നടന്ന് ആ തോണിയുടെ അടുത്തേക്കാണ് പോകുന്നത്. നീ വീണ്ടും എണ്ണീറ്റിട്ട് പോവുകയാണോ എന്ന് രാജീവ് അവളോട് ചോദിക്കുന്നുണ്ട്. അവൾ ഒന്നും തന്നെ മിണ്ടുന്നില്ല. നിന്റെ വയറ്റിൽ കിടക്കുന്നത് എന്റെ കുഞ്ഞാണെന്ന് അവൻ പറയുന്നുണ്ട്. അവളത് കേട്ടിട്ട് ചെറിയൊരു പുഞ്ചിരിയോട് കൂടി അവിടെ നിന്ന് നടന്നു പോകുന്നു. നേരെ പോയി ലീലാമ്മയുടെ കൂടെ തോണിയിലേക്ക് കയറുന്നു. ശരിക്കും ലീലാമ്മയ്ക്കും അത്ഭുതമായിരുന്നു. അഞ്ജുവിന്റെ വീട്ടുകാർക്ക് എല്ലാം തന്നെ സന്തോഷമായി. ലീലാമ്മ അവളുടെ കൈ പിടിച്ചു വെച്ച് പൊട്ടി കരയുന്നുണ്ട്. അഞ്ജുവും കരയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും തങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നിടത്ത് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.